പ്രസവം അഥവാ ഡെലിവറി അത് നോർമൽ ആവാൻ പലതരത്തിലുണ്ട്. ഇപ്പോൾ ഈ പ്രസവത്തിന്റെ ആ ഒരു അനുബന്ധമായി ബന്ധപ്പെട്ടിട്ട് മരണങ്ങൾ ഇന്ന് വളരെ അധികം തന്നെ ഉണ്ട് എന്ന് പറയാം. അത് കൂടുതൽ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് വീട്ടിലൊക്കെ ഒന്ന് വെച്ചിട്ട് ട്രൈ ചെയ്യാണ്. അതും ഒന്ന് ആലോചിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് 5ാമത്തെ ഡെലിവറിയിലാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. എന്തൊരു സിറ്റുവേഷൻ ആണ് ഒന്ന് ആലോചിച്ച്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ഞാൻ പറഞ്ഞത് നോർമൽ ഡെലിവറി വന്നാൽ പോലും ടെൻഷനാണ് അവിടുത്തെ ലാബ് റൂമിലത്തെ സ്റ്റാഫിനൊക്കെ കണ്ടിട്ടുള്ളത്. ഡോക്ടേഴ്സിന് അവർ പ്രസവം കാണാണ്ട, പ്രസവം എടുക്കണ്ട, എത്ര പ്രസവം എടുക്കുന്നു, എത്ര പ്രസവം കാണുന്നു, എന്നാലും അവർക്ക് ടെൻഷനാണ്. ഓരോ കേസ് വരുമ്പോഴും അത് ഭംഗിയായിട്ട് നടക്കണം. വിത്തിൻ സെക്കൻഡുകൊണ്ടാണ് കോംപ്ലിക്കേഷൻസിലേക്ക് പോവുക കേസുകൾ. പ്ലാസിന്റെ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ട്. അത് വരാൻ ഒരു അരമണിക്കൂറിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പേഷ്യന്റിനെ അവിടെ ഇട്ടിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യന്റിനെ സഡൻലി സെൻഡ് ടു ദ ഓപ്പറേഷൻ തിയേറ്ററിൽ. അപ്പോൾ ഇത് എപ്പോഴും സംഭവിക്കുന്നത് എന്ത് കോംപ്ലിക്കേഷനും സംഭവിക്കാം എന്നുള്ള ഒരു മുൻകരുതലിലാണ് എത്ര സിമ്പിൾ ആയിട്ടുള്ള കേസും ഹാൻഡിൽ ചെയ്യേണ്ടത്. ആ സ്ഥാനത്തെ ഇതിനൊക്കെ നിസ്സാരവൽക്കരിക്കുക. എന്നിട്ട് ഇതൊന്നും വലിയ ഇഷ്യൂ അല്ല, അതൊക്കെ സംഭവം വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാം. പണ്ട് കാലത്ത് ചെയ്തിരുന്നു, ഓക്കെ, അന്നത്തെ സാഹചര്യം അതായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് സൗകര്യമില്ലേ? നമ്മളെ സാഹചര്യങ്ങൾക്ക് നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പല സ്ഥലങ്ങളിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവൈലബിലിറ്റി നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നല്ല, 2 ജീവനാണ്. ഒരു കുഞ്ഞിന്റെ ജീവനും ആ പെൺകുട്ടിയുടെ ജീവനും. വിടുവായത്തങ്ങൾ വിളിച്ചു പറയുന്നതിന് ഒരു പ്രശ്നമല്ല, എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. ഈ പ്രസവിക്കുന്ന പെണ്ണിനും അല്ലെങ്കിൽ ഇത് കണ്ട ആണിനും ഇപ്പൊ അതിനുള്ള സൗകര്യമുണ്ട്. അവർക്കാണ് അറിയുള്ളൂ എന്താണ് പ്രസവം, അതിന്റെ ആ ഒരു വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് ഇത്തരത്തിൽ മരണത്തിന് വിട്ടുകൊടുത്തുകൂടാ, ഇങ്ങനെ മണ്ടത്തരങ്ങൾക്ക് പുറകെ പോയിട്ട്.